അപ്പോൾ ഞങ്ങൾ ജെയിൻ കോസ്വേന്ന് കാരിക്കറൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് ഇവിടുത്തെ അഡ്മിഷൻ ഫീസ്, അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. 9 to 6 PM വരെയാണ് ഉള്ളത്. പ്രീ ബുക്കിംഗ് വേണം. ഫീസൊക്കെ എത്രയാണെന്നുള്ളത് ഇതിലുണ്ട്, നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഞാനിത് വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വന്നൊരു സ്ഥലം കൂടിയാണ്. പണ്ട് ഇവിടെ ഫിഷിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഒരു ജീവനമാർഗ്ഗമായിരുന്നത്. അപ്പോൾ ഈ സാൽമൺ ഫിഷിങ്ങിന് വേണ്ടി അവരുണ്ടാക്കിയിട്ട ഒരു ബ്രിഡ്ജാണ് ഈ പറയുന്ന തൂക്കുപാലം. അപ്പോൾ ആ തൂക്കുപാലത്തിലോട്ട് കയറാനാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഞങ്ങൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ്. എന്തെങ്കിലും ഇഷ്യൂ വരുമോ, ഇനി അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോവാണ് താഴോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ആ ഒരു സീനിക് ബ്യൂട്ടി നിങ്ങൾ കണ്ടില്ലേ, അത് ഇങ്ങോട്ട് വരും വഴിക്ക് ഇപ്പോൾ ജെയിൻ കോസ്വേന്ന് നമ്മൾ ഈ കാരിക്കറൈഡ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുമ്പോൾ ഈ വരുന്ന വഴി ഫുള്ള് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് ഏരിയ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരിക്കറൈഡിൻ്റെ താഴെ, അതായത് ഇവിടെ നിന്ന് ഒരു 30 minutes നടക്കാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പാർക്കിങ്ങിനായിരിക്കും ആ ഒരു ഇഷ്യൂ, നേരത്തെ പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത്. വണ്ടികൾ ചിലപ്പോൾ ഫില്ലാവുമെന്ന് വിചാരിച്ചിട്ടാവും, ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണല്ലോ. താഴെ ചെന്ന് ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരത്തി. ഞങ്ങൾ ആ ഒരു സ്പോട്ടാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ടിക്കറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ടിക്കറ്റ് എടുക്കുന്നു, താഴോട്ട് നടക്കുന്നു, ആ ബ്രിഡ്ജിൽ കയറുന്നു. അതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ ലൊക്കേഷനിൽ നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ. ഒരുപാട് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു എന്ന് മാത്രം. എന്നാലും ഞങ്ങളിവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോച്ച് എടുത്തു നിന്ന് ബെൽഫാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ജെയിൻ കോസ്വേയിലോട്ട്. അപ്പോൾ ആ കോച്ച് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഞങ്ങൾ അറിയാതെ എടുത്തു പോയി. 23 അങ്ങനെയാണ് വന്നത് ഒരാൾക്ക്. അപ്പ് ആൻഡ് ഡൗൺ ആണ് 23 വന്നത്. 1 സൈഡായിട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടൈം, ലാസ്റ്റ് ബസ് 4 o'clock പോകും തിരിച്ച് റിട്ടേൺ. അപ്പോൾ അതിക്ക് മുന്നേ നമുക്ക് എല്ലാം തീർക്കണമല്ലോ, ആ ഒരു പ്രശ്നം വന്നു. ഇത് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇതാണ്, ടിക്കറ്റ് ചാർജിൻ്റെയാണ് ഞാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ക്യാമറ. ഇതാണ് 3 ടിക്കറ്റ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ടിക്കറ്റാണ്. അഡൽസിന് 15 pound ചാർജ് വരുന്നത്. ഇത് എല്ലാ ഏരിയയും സീനിക് ബ്യൂട്ടിയാണ് കേട്ടോ. ഈ ഏരിയ ഒന്നും നമുക്ക് കയറി പോകാൻ തോന്നുന്നില്ല. നമ്മൾ ആ ഒരു സിറ്റിയിൽ നിന്ന് വിട്ട് ഇതുപോലെ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, ജെയിൻ കോസ്വേ ആയാലും ഇപ്പോൾ കാരിക്കറൈഡിലെത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത പറയുമ്പോൾ ബ്ലൂ വാട്ടർ സീ ആണ്. ആ സീയുടെ സൈഡിൽ കൂടെ അതേ മല, ഫുള്ള് മലകൾ, അതിങ്ങനത്തെ സ്റ്റോണുള്ള മലകൾ, അതിലാണെങ്കിൽ ഗ്രീനറി ഫുള്ള് ഇങ്ങനത്തെ ഫെയറി ടൈലായിട്ടുള്ള റോഡ്. അതായത് വെള്ളത്തിന് ഈ നമ്മുടെ ഈ മല ഞങ്ങൾ അടുത്തോട്ട് എത്തിപ്പിച്ചിട്ട് കൂടെ ഗ്രീനിഷ് കളറായി തുടങ്ങി. അത് സ്റ്റോൺ ഉള്ളതുകൊണ്ടായിരിക്കാം, സ്റ്റോണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഗ്രീനിഷ് കളറായത്. ലുക്കും വൈബും ഒരു രക്ഷയില്ല. സീനിക് ബ്യൂട്ടി തന്നെയാണ് ഈ ഏരിയ ഫുള്ള്. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു വൈറ്റ് റോക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് റോക്കാണ് ബീച്ചിലോട്ട് വരുമ്പോൾ. അത് എന്താ പറയുക, ഷെയ്ഡ്, വെയിലിൻ്റെ ഷെയ്ഡും കൂടെ വന്നിട്ട് ചില സ്ഥലത്ത് ബ്ലൂവും ചില സ്ഥലത്ത് ഗ്രീനും കളറായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്രീസിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്കിൽ അതാണ് ഈ ബീച്ചിൻ്റെ സൈഡ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഒരു 5 minute ആയി നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കൊച്ചിയിൽ എടുത്താണ് നടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ കൊച്ചും കൂടിയുള്ള കാരണം കൊണ്ടാണ് എനിക്ക് നടക്കുന്ന ഇച്ചിരി കിടപ്പും ബുദ്ധിമുട്ടൊക്കെ തോന്നിയത്. ഭയങ്കര ഈസി റൂട്ടാണ്, അങ്ങനെ വലിയ ഹാർഡോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂട്ടൊന്നുമല്ല ഹൈക്ക് ചെയ്യാനായിട്ട്. നമുക്ക് 1 pound കോയിൻ ഇടണം അതിനകത്ത്, നമുക്ക് വാച്ച് ചെയ്യാനായിട്ട്. വല്ല ഡോൾഫിൻ, നേരത്തെ ഞങ്ങൾ ഡോൾഫിൻ ചെയ്യാൻ പറ്റിയില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഡോൾഫിൻ ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ വ്യൂ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 pound ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ചെയ്യാം അതിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു കൺഫ്യൂഷൻ വിചാരിക്കേണ്ട കാര്യമില്ല, കറക്റ്റാണ്. രാവിലെ 8:20 കോച്ച് എടുക്കുന്നു. ബെൽഫാസ്റ്റിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്യുന്നു, ജെയിൻ കോസ്വേ വരുന്നു. അവിടെ നിന്ന് എപ്പോഴും ബസ്സുണ്ട്, 10-15 minute ക്യാബിൽ ബസ്സുണ്ട്. നേരെ കാരിക്കറൈഡ് വന്നു. ഇവിടുന്ന് ഡാൻലു കാസിലും പോകാനാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഇതൊക്കെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലൊക്കേഷനുകളിൽ പെടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിലിത്ര ഫാൻറ്റസി ലാൻഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് കാണുമ്പോൾ. ഇനി ഞങ്ങൾ പോകുന്ന ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫെയറി ടൈൽ പോലെയാണ്
പോകുന്ന നടപ്പാതാണ്. അപ്പോൾ ആ പോകുന്ന വഴി കണ്ട ഒരു രക്ഷയില്ല. അത് ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ഈ ലൊക്കേഷനിലോട്ട്, അത് വെറും പണ്ട് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം ആക്ച്വലി ഒരു കിടിലൻ ലൊക്കേഷൻസാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് മൂവീസിലൊക്കെ വന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ആക്ച്വലി. കാരണം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ പോകുന്ന വഴി, അതുപോലെ ഈ കടലും, ഈ വെള്ളത്തിനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്രീനിഷ് ലുക്കാണ്. ഭയങ്കര ഗ്രീൻ കളർ വാട്ടറിന്, ആ സ്റ്റോണിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരിച്ചിരി സ്റ്റെപ്പ് ഉണ്ട്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് നടക്കാനുണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് താഴെ കണ്ട കുറേ ബേഡ്സ് ഉണ്ട് താഴെ. ആ ബേഡ്സാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. വെള്ള പോലെ ചെറുതായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? അത് ബേഡ്സാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫിഷിങ് ഏരിയ ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കുറേ ബേഡ്സ് ഉണ്ട്, ഒരുപാട് ബേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതേ ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്കത് വായിച്ചു നോക്കാം എന്താ സംഭവം. കാരിക്കറീഡിൻ്റെ പണ്ടത്തെ ആ ഒരു സാൽമൺ ഫിഷിങ്ങിന് വേണ്ടി അവർ ആ ബ്രിഡ്ജ് തൂക്കുപാലം ഉണ്ടാക്കിയതും അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, തൂക്കുപാലത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് എത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ ഇവിടുത്തെ ആ ഒരു ചില സ്പോട്ടുകളിൽ വരുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ. ഇപ്പോൾ ആ ഒരു റോക്ക് നിൽക്കുന്ന നോക്കിയേ, ആ ഒരു റോക്ക് നിൽക്കുന്നുണ്ടോ, സീനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് രസമാണ്. പിന്നെ ഇവിടെ കുറേ ഹൈക്കിംഗ് പോയിന്റുകളുണ്ട്, ഹൈക്കിംഗ് റൂട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജെയിൻ കോസ്വേന്ന് നമുക്ക് ഇങ്ങോട്ട് ഹൈക്ക് ചെയ്ത് വരാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഹൈക്കിംഗ് റൂട്ട്സ് കാണുന്നുണ്ട്. അത് നമ്മൾ മാപ്പ് എടുത്ത് നോക്കണം, നമുക്ക് ഹൈക്ക് ചെയ്യാം. ഹൈക്കിങ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ഇതുപോലെ ഒരു ഡേ ഒക്കെ ഹൈക്കൊക്കെ ചെയ്ത് എല്ലാം നടന്ന് ഹൈക്ക് ചെയ്ത് കണ്ട് ആസ്വദിക്കാം. അപ്പം ഞങ്ങൾ നടന്ന് സ്പോട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ബ്രിഡ്ജ്, രണ്ട് ഈ ഒരു തൂക്കുപാലം, പലക വെച്ചിട്ട് കയറിൽ ചെയ്തിട്ടുള്ളൊരു തൂക്കുപാലമാണ് ഈ കാണുന്നത്. നല്ല റിസ്ക് ഉണ്ട്, നല്ല അഡ്വഞ്ചറാണ്. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്, അതായത് നമ്മൾ ക്യാപ്പ് വെച്ചൊക്കെ പറന്നു പോകുന്ന രീതിയിൽ ഭയങ്കര കാറ്റാണുള്ളത്. അതുപോലെ ഈ മലയിൽ നിന്ന് അപ്പുറത്തെ മലയ്ക്ക് പോകാനാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ബ്രിഡ്ജ് നന്നായിട്ട് ആടുന്നുണ്ട്. ഓവർ വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി 2 പേരെയാണ് അറ്റ് എ ടൈം കടത്തി വിടുന്നുള്ളൂ. അത് ഒരു സമയത്ത് 2 പേരെയാണ് ഇതിലൂടെ കടത്തി വിടുള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് ആമി. ഇതാണ്ട് എക്സ്പീരിയൻസ് ചെയ്തോ, ഞാൻ കൊച്ചൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ഇതവർ സമ്മതിച്ചു. എനിവേ സാധാരണ സമ്മതിക്കേണ്ടതല്ല, ഇവളെ ഞാൻ എടുത്തോണ്ട് ഇറങ്ങുന്നത്. വളരെ സൂക്ഷിച്ച് ഇറങ്ങുന്ന കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, ഇവനെന്തൊരു ശ്രദ്ധയില്ലാത്തതിന് വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങണേ, ടൈം എടുത്ത്. ഇതാണ്ട് തൂക്കുപാലാണ്. ഓ മൈ ഗോഡ്, വാട്ട് ആൻ എക്സ്പീരിയൻസ്. ഇത് കുറേ പേർക്കൊന്നും ഇതിൽ കയറാനുള്ള ധൈര്യം കൂടെ കിട്ടുന്നില്ല. ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിലെ വാക്ക് ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാവും. നല്ല രീതിയിൽ ആടുന്നുണ്ട്, പിന്നെ താഴെ കടലുമാണ്. ഇടയ്ക്കൊക്കെ ഈ കയറൊക്കെ ചെറിയ രീതിയിൽ പൊട്ടിയിരിക്കുന്ന പോലെയൊക്കെ കാണാം. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു ക്രോസ് ചെയ്തപ്പോൾ. എനിക്ക് നല്ല, എൻ്റെ വൈഫിനും നല്ല പേടിയുണ്ടായിരുന്നു. കുറേ പേര് ക്രോസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഒരു പണ്ട് ഫിഷർമാൻമാരുടെ കോട്ടേജ് ഇവിടെയുള്ള കാരണം കൊണ്ട് അവരങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ബ്രിഡ്ജ് മാത്രമാണ്. അപ്പോൾ ആ പഴയ ഒരു ബ്രിഡ്ജ് അതുപോലെ നിലനിർത്തിയേക്കുന്നത് അവർ. ഞങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് ക്രോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ നടന്നു കയറിയ ആ ബ്രിഡ്ജ്. അതിന് താഴെ വെള്ളമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ഒന്നല്ല, ഭയങ്കര ടഫാണ്. ഇപ്പം കണ്ടോ, കാണിച്ചു തരാം. നല്ല രീതിയിൽ ആടുന്നുണ്ട് ഈ ബ്രിഡ്ജ്. ഈ 2 റോക്കിന് അധികം ദൂരമില്ലെങ്കിലും പക്ഷെ നല്ല രീതിയിൽ ആടുന്നുണ്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇത് സൂപ്പർ അഡ്വഞ്ചറായിരുന്നു. എനിവേ ഞാൻ ശരിക്കും ആസ്വദിച്ചു.
അപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഈ റോക്കിൻ്റെ താഴെയാണ് ഈ സാൽമൺ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഫിഷിങ് ഏരിയ. ഈ താഴെ കാണുന്നത് ഒരു ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചായിരുന്ന ഏരിയയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചായിരുന്നത്. ഇതാണ് ഫിഷർമാൻ്റെ കോട്ടേജ്. ബോർഡ് വെച്ചിട്ടുണ്ട് ഫിഷർമാൻ കോട്ടേജ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ താഴെയാണ് ഈ ഫിഷർമാൻസ് കോട്ടേജ് വരുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് അവർ സാൽമൺ ഫിഷിങ്ങും പരിപാടികളൊക്കെ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞു നമ്മൾ നേരെ മേലോട്ട് കയറി പോകുമ്പോൾ ക്ലിഫ് എഡ്ജ് എന്ന് പറഞ്ഞ സ്പോട്ടാണ് വരുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ക്ലിഫ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിൻ കോസ്വേയുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാരിക്കറീഡിലുള്ള ക്ലിഫ് എഡ്ജ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി നമുക്ക് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി വ്യൂ കിട്ടും. ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് ആ റോക്കാണ്, വൈറ്റ് റോക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിലുള്ളൊരു വ്യൂ കിട്ടും നമ്മുടെ ഫിഷർമാൻ കോട്ടേജിൻ്റെ, അവരുടെ ആ കോട്ടേജും കാര്യങ്ങളൊക്കെ. ഇവിടെ കുറച്ചും കൂടി വിസിബിലിറ്റി നന്നായി കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മേലോട്ടേക്ക് കയറി പോവാം. ഈ റോക്കിൻ്റെ ടോപ്പിലേക്ക് കയറി പോവാം. അപ്പോൾ അതർ സൈഡാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതർ സൈഡ് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഞാൻ ഈ റോക്കിൻ്റെ ടോപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാരിക്കറീഡിക്ക് വരുമ്പോൾ ആ ബ്രിഡ്ജ് എത്തുന്നതിലും കുറച്ച് ദൂരം മുന്നേ തുടങ്ങി കുറച്ച് ടഫാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് വരുന്നതും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ റോക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. നടക്കുന്ന വഴിയൊന്നും അത്ര സുഖമുള്ള വഴികളല്ല. പക്ഷേ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സീലിനൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷനാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കടലായിട്ട് അടുത്താണ് ഈ റോക്ക് നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നിങ്ങൾ വന്ന് തന്നെ ആസ്വദിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിലേ ആ റൂട്ട് ഹൈക്ക് ചെയ്താണ് നമ്മൾ ജെയിൻ കോസ്വേയിൽ എത്തുന്നത്. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് എത്താം. അതിനൊരുപാട് ഹൈക്കിംഗ് റൂട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ സ്പോട്ടും കൂടെ കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പല കാഴ്ചകളും നമുക്ക് കാണാം. ചിലപ്പോൾ ഡോൾഫിൻ ചാടുന്ന കാണാം, പലതും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിരിക്കണം. ഇവിടെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ എൻ്റെ ക്യാമറ തന്നെ എനിക്ക് മുറുക്കെ പിടിച്ചിട്ട് പോലും പേടിയാവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് കാറ്റാണ് ഈ ഏരിയ ഫുള്ള്. ഇവിടെ വരണം, പക്ഷേ പിന്നെ നടക്കുന്ന റൂട്ടെല്ലാം ഭയങ്കര ടഫാണ്. ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ എനിക്ക് താഴെ നല്ല രീതിയിൽ നോക്കി നടക്കണം, അല്ലെങ്കിൽ നമ്മളോട് വീഴും ഉറപ്പായിട്ടും. പിന്നെ കാറ്റും ഭയങ്കര ബുദ്ധിമുട്ട് സിറ്റുവേഷനാണ്. നമ്മൾക്ക് ഒട്ടും ഈസിയല്ല. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കൊച്ചിനും പ്രീതിനെയും ബ്രിഡ്ജിൻ്റെ ക്രോസ് ചെയ്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിലേക്ക് കയറി വന്നിരുന്നത്. കൊച്ചുങ്ങൾക്കും വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കാറ്റാണ്. ചിലപ്പോൾ പിള്ളേർക്ക് അത് പറ്റണമെന്നില്ല. പിന്നെ ആ റോക്ക് നമ്മൾ നല്ല രീതിയിൽ അടുത്തെത്തി. സോ ആസ് എ സൊവീനിയർ ഞങ്ങൾ ഒരു സ്വീറ്റ് മേടിച്ചിട്ടുണ്ട്, ഐറിഷ് സ്വീറ്റ്. അതാണിത്. ഇതിൻ്റെ പേരാണ് 15. ആൻഡ് എന്തുകൊണ്ട് ഇതിൻ്റെ പേര് 15 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ്, കോക്കനട്ട്, മാഷ്മെല്ലോ, അതുപോലെ മിൽക്ക്, കണ്ടൻസ് മിൽക്ക്, എല്ലാ സാധനങ്ങളും 15 ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് 15. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്.